ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കില്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ പുതിയ യൂട്യൂബർമാർക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക, ലൈക്ക് തരിക, കമൻറ്റ് തരിക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 10 മാസത്തോളമായി. തുടക്ക സമയത്ത് തന്നെ ഞാൻ കുറച്ച് ചിത്രങ്ങൾ വരച്ച് ചിത്രങ്ങളോടായിരുന്നു താല്പര്യം. അപ്പോൾ അങ്ങനെ ചിത്രങ്ങൾ വരച്ച് ഇടാൻ തുടങ്ങിയതാണ്. പക്ഷേ അതിനത്ര റീച്ചൊന്നും കിട്ടിയിട്ടില്ല. അപ്പം എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ പറഞ്ഞു, ഒന്ന് നീ കോമഡി ചെയ്ത് നോക്കെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നെ ഷോർട്സ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ഷോർട്സ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഇത്രയും റീച്ചും സബ്സ്ക്രൈബ്സും ഒക്കെ കൂടി വന്നത്. ഇപ്പം തന്നെ 1000 സബ്സ്ക്രൈബ്സ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ നേരിടുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, വരുമാനം കിട്ടി തുടങ്ങിയോ, ഇതാണ് എവിടെ നോക്കിയാലും ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനുള്ള വാച്ച് അവർ ആയിട്ടില്ല. 4000 മണിക്കൂർ അവേഴ്സ് വേണം. എനിക്ക് അതിന് കിട്ടി തുടങ്ങിയിട്ടില്ല. ഞാൻ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ആയിട്ടില്ല, 4000 അവേഴ്സ് ആയിട്ടില്ല. അപ്പോൾ 10th മന്ത്സ് കഴിഞ്ഞിട്ടുണ്ട് ഇത് തുടങ്ങിയത്. അപ്പോൾ തുടക്ക സമയത്ത് ഞാൻ ചിത്രങ്ങളും പിന്നെ എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെയാണ് ഞാൻ എഡിറ്റ് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടുകൊണ്ടിരുന്നത്. അതൊന്നും അത്ര ക്ലിക്ക് ആയിട്ടില്ല. പിന്നെയാണ് എനിക്ക് പലരിൽ നിന്നുള്ള അവരുടെ സപ്പോർട്ട് കിട്ടിയത്. നീ കോമഡി ചെയ്ത് നോക്ക്, നിനക്കത് ചേരും എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ അതിൽ നല്ല വ്യൂസൊക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്, സബ്സ്ക്രൈബ്സിനെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ തുടക്കത്തിൽ ആദ്യമേ നമുക്ക് വരുമാനം എന്നുള്ളൊരു ഉദ്ദേശത്തോടും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡും അത്രയും അതിലാകും. അയ്യോ നമുക്കിത് കിട്ടുന്നില്ലല്ലോ, നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ എത്രയോ കോമഡി ആയിരുന്നാലും അല്ലാത്തതായിരുന്നാലും ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എനിക്ക് അങ്ങനെ ചില കോമഡീസൊക്കെ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തന്നെ നല്ല ഇഷ്ടപ്പെടും. പക്ഷേ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിനൊട്ടും വ്യൂസോ സബ്സ്ക്രൈബ്സോ ഒന്നും കൂടില്ല. ചില ഷോർട്ട് വീഡിയോകളൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിന് 1-2 സബ്സ്ക്രൈബ്സ് കിട്ടും. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇടുന്നതിനായിരിക്കും ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. 22 വരെയൊക്കെ പോയിട്ടുണ്ട് ഒരു വീഡിയോ ഒക്കെ, ഷോർട്ട് വീഡിയോ, കോമഡി വീഡിയോ ഇടുമ്പോൾ. അപ്പോൾ അത് നിന്നാണ് എനിക്ക്, ഇപ്പം നമ്മളൊന്ന് താഴോട്ട് പോയാലും നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്യല്ലേ, നമുക്ക് പിന്നെ പതുക്കെ വരാം. അങ്ങനെ എനിക്കിപ്പോൾ 10 മാസത്തിനകത്ത് ഇത്രയും ആകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ യൂട്യൂബറായ നിങ്ങൾക്കും പലതും ചെയ്യാൻ കഴിയും. അപ്പം പുതിയ യൂട്യൂബർമാരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പം, നമ്മൾ ആദ്യം നമ്മുടെ കഴിവ് എന്താണ് ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കണം. അല്ലാതെ നമ്മൾ പല വീഡിയോകളും കണ്ടിട്ട് അവർ ചെയ്യണത് അതുപോലെ ഇടാൻ പറ്റും, ഇതുപോലെ ഇടാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അതിൽ കാര്യമില്ല. നമുക്ക് നമ്മുടെ ആ ഒരു കഴിവ് എന്താണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്ന കോമഡിയിലൂടെയാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ളത്, എനിക്ക് പാട്ട്, ഡാൻസ്, ഇങ്ങനെയൊക്കെയുള്ള ഇതിനോടാണ് എനിക്ക് താല്പര്യം. പക്ഷേ നമ്മുടെ പ്രേക്ഷകർ, നമ്മളെ കാണാനിരിക്കുന്നവർ എന്താണ് ഇഷ്ടപ്പെടുന്നത്, അത് ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നത് എന്തോ അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം അതിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടിയത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇപ്പോൾ മാക്സിമം കോമഡി ഷോർട്സ് ചെയ്യാനാണ് കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആ ടോപ്പിക്ക് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം. ഇഷ്ടമില്ല നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് നമുക്ക് സബ്സ്ക്രൈബ്സ് കൂടുന്നില്ല, വ്യൂസ് കൂടുന്നില്ല, മോണിറ്റൈസേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ 10 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് 1000-ന് പുറത്ത് സബ്സ്ക്രൈബ്സ് ആയിട്ടുള്ളത്. കാരണം എനിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് ഞാനിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പം എല്ലാവരും നന്നായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്കും പുതിയ എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മളൊരു 10 പേരെ അറിയണമല്ലോ. അതിനെ നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം അതാണ്. അപ്പോൾ എന്താ പറയുക, ഞാനിങ്ങനെ ഓരോ പടിയായിട്ട് പഠിച്ച് വരികയാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോസ് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് തരിക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.